Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പാല് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു മാവ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആകെ 1.25 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാല് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പകുതി വെള്ളവും പകുതി പാലും ചേർത്ത് കൊടുത്തിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു പാലിൻ്റെ അളവ് ഈ ഒരു മുട്ടയുടെയൊക്കെ വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ഇതുപോലെ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് 1.25 കപ്പൊന്നും ആയില്ല ആവശ്യം വരിക. മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്നവരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ മുട്ട ആയത് കാരണം കേട്ടോ 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം വലിയ മുട്ടയാണെങ്കിൽ ഒരു 2 ഒക്കെ മതിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. മുട്ടയുടെ കൂടെ തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റ് ആവുന്നവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ കഴിക്കാനും എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ട മിക്സും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്ന 3 പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുന്നതിന് പകരം ഇതുപോലെ പലഹാരമൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതല്ല മീഡിയം വൈപ്പുള്ള പഴം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമായത് കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറച്ച് സമയം ഒന്ന് നെയ്യിലിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട. പഴുക്കാത്ത പഴമാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല പഴുത്ത പഴമായതുകൊണ്ട് പഴം തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ പഴം വാട്ടിയതൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ടല്ലോ. ആ ഒരു ഫില്ലിംഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്നാക്കിനും ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം.
ഇനി നമ്മൾ ആദ്യം ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മാവ് വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പാനിൽ ഓയിലൊന്നും ആക്കി കൊടുത്തിട്ടില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്ത പാനൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് സാധാരണ ഗോതമ്പ് ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു 6 എണ്ണം വരെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ദോശയും ഫില്ലിങ്ങും വെച്ചിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരല്പം നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും കുറഞ്ഞ തീയിലാണ് കേട്ടോ ഇതിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ഗോതമ്പ് ദോശ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു ദോശ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ടും ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ വെച്ച് കൊടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ദോശ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കും. അങ്ങനെ നമുക്ക് 6 ദോശയും ഫില്ലിങ്ങും കഴിയുന്ന വരെ ഇതുപോലെ മുകളിലേക്കായിട്ട് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ എല്ലായിടത്തേക്കും ഇതുപോലെ കൈ കൊണ്ടാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ദോശ വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഇത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ദോശ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ദോശ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട മിക്സ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡ് ഭാഗത്തേക്കൊക്കെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. സൈഡിലേക്കൊക്കെ ഒന്ന് ആ ഒരു മുട്ട മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഗോതമ്പ് ദോശയൊക്കെ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. ചെറിയ തീയിലിട്ട് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം കാണുമ്പോൾ നമുക്കിത് റെഡി ആവാത്ത പോലെ തോന്നും, പക്ഷേ ഇതിൻ്റെ സൈഡും അടിഭാഗമൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് മുകൾ ഭാഗം വേറൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലൊരല്പം നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കമഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു മുകൾ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ പഴം വെച്ചിട്ടുള്ള മിക്സിങ്ങും ഗോതമ്പ് വെച്ചിട്ടുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. ഇനി ഞാനിതിവിടെ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതുപോലെ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്